ഒരു തൊണ്ടയോട് ബൈപ്പാസ് എന്നെല്ലാം പറയണ മാതിരി ഒരു തൊണ്ടന്റെ റീസാണ്. അയാൾക്ക് അതിലൊരു അസ്വസ്ഥത ഉണ്ട് എന്ന് മനസ്സിലായി. നമ്മൾ ഈ ചിക്കന്റെ പീസ് കഴിച്ചാൽ സംഭവിക്കൽ നേരെ ടോയ്ലറ്റിലേക്ക് പോകും എന്നുള്ളതാണ്. ഇത് നമ്മൾ അടുത്ത ആൾക്ക് കൊടുത്താൽ സംഭവിക്കുക അത് മീസാൻ തട്ടിലെത്തും എന്നുള്ളതാണ്. ആഖിറത്തിലെ മീസാന്റെ തട്ടിലെത്തും. നിങ്ങൾ നോക്കി ഏതാ വേണ്ടത് നമ്മൾ തീരുമാനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനയിൽ എത്തിയപ്പോ ആദ്യമായിട്ട് കൊടുത്ത ഉപദേശം ഇന്ന ഫിൽ ജന്നത്തി ഖുറഫൻ, സ്വർഗത്തിലെ ഒരു സ്ഫടിക കൊട്ടാരത്തെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച ഒരു നന്മയാണ്. ഏതാണത്? നിങ്ങൾ ഭക്ഷണം കൊടുക്കണം എന്നാണ്. റസൂലുള്ളാഹി മദീനത്തെത്തിയിട്ട് ആദ്യം കൊടുക്കണ ഉപദേശം അതാണ്. നിങ്ങൾ ഭക്ഷണം കൊടുക്കണം എന്നാണ് പറയുന്നത്. ഭക്ഷണം കൊടുക്കാൻ സ്വന്തത്തിനെയും നമ്മൾ മനസ്സ് കൊടുക്കണില്ല, ബാക്കിയുള്ളവരെയും പ്രോത്സാഹിപ്പിക്കണില്ലെങ്കിൽ അതൊരു മുനാഫിക്കിന്റെ വർത്താനാണ്. ഉസ്താമാരെ ചെലവിന് ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല, കാരണം ഏതെങ്കിലും കല്യാണത്തിന്റെ ദിവസവും മറ്റാണെങ്കിൽ നമുക്ക് പിന്നെ പോക്ക് മുടങ്ങും, അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. ആരാ പറയുന്ന? ഒരു താത്ത. ആരോട്? അയൽവാസിനോട്. അപ്പൊ അവള് ശരിയാന്നില്ലേ, 3 നേരം കൊടുക്കുന്നു, ഞാനും ഇല്ല. അതാ പറയണത് ആഖിറത്തിൽ വിശ്വാസമൊന്നുമില്ല. എന്താ? പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ ഒരു പ്രേരിപ്പിക്കുന്നില്ല, സ്വന്തത്തിനെയും പ്രേരിപ്പിക്കുന്നില്ല, മറ്റുള്ള ആളെയും പ്രേരിപ്പിക്കുന്നില്ല. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലേ? ചെറിയ ചെക്കന്മാരൊക്കെ പറയും കല്യാണം വലുതായിട്ട്. ഉപ്പാക്കൊരു സ്വഭാവമുണ്ട്, കുടുംബത്തിൽ എല്ലാവരെയും വിളിച്ചിട്ടൊരു കല്യാണം, ഓരോ കുടുംബത്തും ഓരോരോ കണ്ടോ ഇപ്പൊ തുടങ്ങിയത്. അതേസമയത്ത് എൻഗേജ്മെന്റ് പൊളിച്ചിട്ടുണ്ടാവും. സ്നേക്കേഴ്സിന്റെ എവറസ്റ്റ് കൊടുമുടി, ഗാലക്സിന്റെ പർവ്വതമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഒന്നുമില്ല, ചോക്ലേറ്റ് വിശന്നിട്ട് വാങ്ങിയതൊന്നുമല്ല, ഒരു റീലാക്കിയിട്ട് ഫാമിലി ഗ്രൂപ്പിലും ക്ലാസ്മേറ്റ്സിന്റെ വാട്സപ്പ് കൂട്ടായ്മയിലും ഇടണം. എന്തിന്? 3 തിജ്ജും 1 പൂവും 8 ലേക്കും. വേറെ താല്പര്യമൊന്നുമില്ല. പാവങ്ങളെ വിളിക്കുള്ള പരിപാടിക്ക്. ഇതല്ലേ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ മാഊനല്ലേ നമ്മളെ നാട്ടുകാർ പഠിക്കേണ്ടത്. ഒരു പാവം വന്നിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ അത് മതിയിലെ നമുക്ക് രക്ഷപ്പെടാൻ. അത് മാത്രം മതിയിലെ. നമ്മളെ ഭക്ഷണം കഴിച്ച ഒരാൾ സ്വർഗത്തിലാണെങ്കിൽ നമ്മളും സ്വർഗത്തിലായിരിക്കും. അതുകൊണ്ട് ഇസ്ലാമില് കുറേ ആൾക്ക് ഭക്ഷണം കൊടുക്കല കൂലിയുള്ള കാര്യം. ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു